വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും പത്മകുമാർ സാവകാശം തേടിയിട്ടുണ്ട്. എല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയെന്ന റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുന്നതിനിടെ വിശ്വസ്തനായ എൻ വാസുവിന്റെ അറസ്റ്റ് CPM-നെ പ്രതിസന്ധിയിലാക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, എന്തായാലും എൻ വാസു അറസ്റ്റിലായതോടെ പത്മകുമാറിലേക്കും നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും പത്മകുമാർ ഇനി ഹാജരാകാൻ കൂടുതൽ സമയം തേടിയിരിക്കുന്നത്. മഞ്ജുഷ, എൻ വാസുവിന് ശേഷം ഇനി ആര് എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഏറെ പ്രസക്തമാണ്. എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ കൃത്യമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഇന്നലെ പുറത്തു വരുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ, എൻ വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ അതിൻ്റെ കൃത്യമായ സൂചനകളുണ്ട്. എൻ വാസുവിന് എല്ലാം അറിയാമായിരുന്നു കൃത്യമായ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്നു മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ അറിവോടുകൂടി തന്നെയാണ് സ്വർണ്ണം പൂശിയ പാളിയിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് എന്ന പരാമർശം കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. എൻ വാസുവിനെ സംബന്ധിച്ച് കുരുക്കായത് സഹകുറ്റവാളികൾ, കൂട്ടുപ്രതികൾ നൽകിയ മൊഴികളാണ്. അതിൽ കൃത്യമായി എൻ വാസുവിൻ്റെ പങ്കാളിത്തം കൃത്യമായി പരാമർശിക്കുന്നതുമുണ്ട്. ഇവർ മൊഴിയിൽ നൽകിയിട്ടുണ്ട്. ഇതുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ എൻ വാസുവിൻ്റെ കുറ്റങ്ങൾ കൃത്യമായി തന്നെ പരാമർശിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. പക്ഷേ പത്മകുമാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം ചെയ്യലിനെ വിളിച്ചു വരുത്തുന്ന ഒരു അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്ന ഒരു ആകാംക്ഷയാണ് ഉയരുന്നത്. എൻ വാസുവിനെയും സമാനമായൊരു നീക്കമാണ് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ പത്മകുമാറിൻ്റെ അറസ്റ്റ് ഉണ്ടായാൽ ഇപ്പോൾ ഉണ്ടായ നീക്കങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു നീക്കം കൂടിയായി ഇത് മാറുകയും ചെയ്യും. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അങ്ങനെയെങ്കിൽ അന്വേഷണ മുൻപിലേക്ക് വരുന്നത്. ഇതിനകം പലവട്ടം ചോദ്യം ചെയ്യലുകളും മറ്റു നീക്കങ്ങളും നടന്നതാണ്. അതിനിടയിൽ പത്മകുമാറിനെ കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം ഈ ശബരിമല വിഷയം മുൻനിർത്തി വലിയ രാഷ്ട്രീയ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ അന്വേഷണത്തിൻ്റെ തലത്തിലേക്ക് വരുന്നത് വലിയ വെല്ലുവിളിയാണ് സർക്കാരിന് മുന്നിൽ. ഇതിനു മുൻപ് അറസ്റ്റിലായ ആളുടെ മൊഴിയാണല്ലോ എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. അപ്പോൾ എൻ വാസുവാണ് നിർദ്ദേശം നൽകിയത് എന്ന് വരുമ്പോൾ അതിനു മുകളിലേക്ക് ഭരണസമിതിക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന രീതിയിലുള്ള മൊഴി വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പത്മകുമാർ അതിന് മറുപടി നൽകേണ്ടി വരും. അങ്ങനെയാണല്ലോ സജിത്ത് കാര്യങ്ങൾ പോകുന്നത്. അതുതന്നെയാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തത്. മാത്രമല്ല, എൻ വാസുവിന് അദ്ദേഹം ഈ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തുന്നത് ദേവസ്വം ബോർഡിൻ്റെ അറിവോടെയാണെന്ന് കൂടിയുള്ള പരാമർശം റിമാൻഡ് റിപ്പോർട്ടിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അങ്ങനെ വരുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ, പ്രസിഡന്റും മറ്റ് അംഗങ്ങളും അടക്കം ഇതിൽ ഉത്തരവാദികളായി മാറുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ പത്മകുമാറിൻ്റെ സ്വാഭാവികമായ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഇത് ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലാകുമോ? ഇതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ചോദ്യം. എന്തായാലും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പത്മകുമാർ എത്തില്ല. അദ്ദേഹം സാവകാശം ചോദിച്ചിട്ടുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ വീണ്ടും വിളിപ്പിക്കുക തന്നെ ചെയ്യും പ്രത്യേക അന്വേഷണ സംഘം. എൻ വാസുവിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ രാഷ്ട്രീയ നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും പങ്കെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാർ മറയാക്കിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആരോപണം. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുമായിരുന്നില്ലെന്നും AICC ജനറൽ സെക്രട്ടറി ആരോപിച്ചു. നമുക്കറിയാം, ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ഒറ്റ കാര്യത്തിൽ മാത്രം ഊന്നിയാൽ മതി. ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ചോദ്യം. ദേവസ്വം ബോർഡിന് പേരുണ്ടായിരിക്കാം, പക്ഷേ അത് സാധാരണ കോർപ്പറേഷനും ബോർഡും പോലെയുള്ള ഒരു ബോർഡായിട്ട് മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് സംതിങ് ഡിഫറെന്റ് ദാൻ അതർ ബോർഡ്. മറ്റു ബോർഡുകളിൽ നിങ്ങൾ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നുണ്ട്, ആവശ്യത്തിന് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്നുണ്ട്. കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച്
നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ് വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണ കള്ളക്കടത്തുണ്ടായിരിക്കുന്നത്.